പൊതുസമൂഹം വളരെ ഭയത്തോടും ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന ഒരു രോഗമാണ് അപസ്മാരം. അത് കുട്ടികളിൽ വരുമ്പോൾ, അവരുടെ ജീവിതത്തെ ബാധിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച്, സംശയങ്ങളെക്കുറിച്ച്, എല്ലാത്തിനെക്കുറിച്ചും ഒരു തുറന്ന ചർച്ച, അതാണ് ഇന്ന് നമ്മൾ ഈ പ്രോഗ്രാമിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ഈ സംവാദത്തിന് വേണ്ടി എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ അഞ്ജു ചെറിയാൻ. ഷീ ഈസ് എ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് വിത്ത് ഇൻട്രസ്റ്റ് ഇൻ എപ്പിലെപ്സി. അതുപോലെ ഷസിയ പീഡിയാട്രിക് ഇൻറ്റൻസിവിസ്റ്റാണ്. കുട്ടികളുടെ ICU സംബന്ധമായിട്ടുള്ള, എമർജൻസി സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ വിശേഷജ്ഞയായിട്ടുള്ള ഡോക്ടറാണ്. ഞാൻ ഡോക്ടർ സച്ചിൻ സുരേഷ് ബാബു, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്, സീനിയർ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ് ആൻഡ് എപ്പിലെപ്റ്റോളജിസ്റ്റ് അറ്റ് മൈത്ര ഹോസ്പിറ്റൽ. അപ്പോൾ ഡോക്ടർ അഞ്ജുനോടാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. അപ്പോൾ ഈ കുട്ടികൾക്ക് അപസ്മാരം വരുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് അപസ്മാര ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ, നമ്മൾ സാധാരണമായി കാണുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ചറിയാനും അല്ലെങ്കിൽ കൃത്യമായ ചികിത്സ തേടാനും പലപ്പോഴും ഒരു ഡിലേ, കാലതാമസം വരുന്നു. അപ്പോൾ അതിനുള്ള പ്രധാന കാരണങ്ങൾ എന്താണ്? അപസ്മാര ലക്ഷണങ്ങൾ എങ്ങനെ നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയും? ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിൽ എപ്പോഴും നമ്മൾ സിനിമയിലൊക്കെ കണ്ടു പരിചയിച്ച പോലെ ഭയങ്കരമായിട്ട് നിലത്ത് വീണ് വെട്ടി കൈയും കാലും ഒക്കെ അടിച്ച് അപസ്മാരം വരണമെന്നില്ല. പലപ്പോഴും വളരെ സട്ടിലായിട്ടായിരിക്കും അവരിൽ അപസ്മാരം വരിക. ഇപ്പോൾ ജനിച്ച സമയത്തുള്ള കുഞ്ഞാണെന്ന്, ജനിച്ച ഒരു ആദ്യത്തെ 28 ദിവസത്തിനുള്ള കുട്ടികളിൽ അപസ്മാരം വരിക പലപ്പോഴും ചെറുതായിട്ടൊന്ന് ഇങ്ങനെ സൈക്കിൾ ഓടിക്കുന്ന പോലെ കാലിങ്ങനെ തുടർച്ചയായിട്ട് ചവിട്ടുന്നു, അല്ലെ ഒരു വശത്തോട്ട് മാത്രം നോക്കിയിരിക്കുന്നു. അങ്ങനെ വളരെ ചെറിയ അടയാളങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതേപോലെ ഒരു 6 മാസത്തിനും 1 വയസ്സിനും ഒക്കെ ഇടയിലുള്ള കുട്ടികളിൽ കിടക്കുന്ന കുട്ടി പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വീഴുമ്പോഴോ അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന സമയത്തോ തുടർച്ചയായി എഴുന്നേക്കാൻ നോക്കുന്നത് പോലെ കൈയും തലയും ഒരുമിച്ച് പൊങ്ങുന്നു, ഇങ്ങനെ വളരെ സട്ടിലായിട്ടുള്ള അടയാളങ്ങളെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് അപസ്മാരമാണ് എന്ന് മാതാപിതാക്കൾ ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയണമെന്നില്ല. കുറച്ചുകൂടെ ചിലപ്പോൾ ഫ്രണ്ടിലോട്ടോ അല്ലെങ്കിൽ മുമ്പിലോട്ടോ അല്ലെങ്കിൽ പുറകിലോട്ടോ ഇങ്ങനെ എഴുന്നേക്കാൻ നോക്കുന്ന പോലെയോ തുടർച്ച ചില സമയത്ത് ഒരു സൈഡ് സ്വാഭാവികമായിട്ടുള്ള മൂവ്മെന്റ് ആയിട്ട് തന്നെ തോന്നാം. അതെ, ചില കുട്ടികളിൽ അത് ഒരു വശത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം വീണ്ടും വീണ്ടും കൈ ഇങ്ങനെ ഒരു രീതിയിൽ തുടർച്ചയായിട്ട് മുമ്പിലോട്ട് അടിക്കുന്ന പോലെയൊക്കെ തോന്നുള്ളൂ. അപ്പോൾ ഇത് അപസ്മാരമാണെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ കുറച്ച് സമയമെടുക്കാം. കുറച്ചുകൂടി പ്രായം ചെന്നപ്പോൾ ഒരു 3 വയസ്സിനും 6 വയസ്സിനും ഒക്കെ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളിൽ ആബ്സെന്റ് സീഷേഴ്സ് എന്നുള്ള ഒരു പ്രത്യേകതര അപസ്മാരം വരാം. അവർക്ക് ഇങ്ങനെ ചിലപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കും ആദ്യം അത് ശ്രദ്ധിക്കുക. പഠനത്തിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധ പോകുന്നു. അപ്പോൾ അവർക്ക് ശ്രദ്ധയില്ല എന്നായിരിക്കും അവരെ പറ്റിയുള്ള ആദ്യത്തെ കംപ്ലയിൻറ്റ്. അപ്പോൾ പലപ്പോഴും അത് നമ്മുടെ അടുത്ത് ഇങ്ങനെ ശ്രദ്ധയില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോഴായിരിക്കും ശരി ഇതൊരു തരത്തിലുള്ള അപസ്മാരമാണെന്ന് തിരിച്ചറിയുക. അപ്പോൾ ഈ വളരെ സട്ടിലായിട്ട് വരുന്നത് കൊണ്ട് പലപ്പോഴും അപസ്മാരമാണ് എന്ന് തിരിച്ചറിയാൻ വൈകിയേക്കാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും ഒരേപോലത്തെ ഒരു കാര്യം കുട്ടി വീണ്ടും വീണ്ടും ചെയ്യുന്നു, ആ സമയത്ത് കുട്ടിക്ക് ശ്രദ്ധ പോകുന്നത് പോലെയോ അറ്റൻഷൻ കുറയുന്ന പോലെയോ ഉണ്ട്, അങ്ങനെയുള്ള എന്തെങ്കിലും തുടർച്ചയായിട്ട് ഒരേ കാര്യം തന്നെ വീണ്ടും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡോക്ടറിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ തന്നെ കുറച്ചുകൂടി പ്രായം കഴിഞ്ഞാൽ, ഒരു 6 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളിലാണെങ്കിൽ നമുക്ക് വലിയ ആൾക്കാർ വരുന്ന പോലെയുള്ള അപസ്മാരങ്ങൾ വരാം. ഞെട്ടൽ, വെറുതെ ഇരിക്കുന്ന കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറിച്ചു പോവുക, അങ്ങനെയുള്ള അപസ്മാരങ്ങൾ വരാം. പിന്നെ ഓഫ് കോഴ്സ് ഫോക്കൽ സീഷേഴ്സ്, അതായത് തലച്ചോറിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് പുറപ്പെട്ടു വരുന്ന അപസ്മാരം. അപ്പം തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് അപസ്മാരം എന്ന് പറയുമ്പോൾ, നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ ആശയവിനിമയം ചെയ്യുന്ന അവരുടെ ഭാഷ എന്ന് പറയുന്നത് ഒരു വൈദ്യുതി തരംഗങ്ങൾ മൂലമാണ്. അപ്പോൾ ഈ വൈദ്യുതി തരംഗങ്ങൾ വളരെ അധികമായിട്ട് ഉണ്ടാകുമ്പോൾ ആ ഭാഗത്തിൻ്റെ നോർമലായിട്ടുള്ള ഫങ്ഷൻ എക്സാഗറേറ്റ് ആണ്, അത് കൂടുന്നു ഭയങ്കരമായിട്ട്. ഉദാഹരണത്തിന് ചലനശേഷിയുള്ള ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ അവിചാരിതമായിട്ട് പെട്ടെന്ന് കൈകാലുകൾ കോടിപ്പോവുക, ഒരു വശത്തേക്ക് പോവുക, അല്ലെന്നുണ്ടെങ്കിൽ കഴുത്തൊരു വശത്തേക്ക് ഫോഴ്സ്ഫുള്ളായിട്ട് തിരിയുക. ചില കുട്ടികൾക്ക് ചിലപ്പോൾ ജസ്റ്റ് കാഴ്ച മറയുന്ന പോലെയോ എന്തെങ്കിലും ഒരു പ്രത്യേക രൂപങ്ങൾ കാണുകയോ വിചിത്രമായിട്ടുള്ള എക്സ്പീരിയൻസസ് വരാം. പിന്നെ
അതുപോലെ തന്നെ നമ്മുടെ ചിന്താ മണ്ഡലത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിലേക്ക് അതിലേക്ക് വരുമ്പോഴത്തേക്ക് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാം. പെട്ടെന്ന് ചിരിക്കുന്ന കുട്ടികൾ, വെറുതെ ഇരുന്ന് ചിരിക്കുന്ന കുട്ടികൾ, അല്ലെന്നുണ്ടെങ്കിൽ മുഖത്ത് പ്രത്യേക ഭാവവ്യത്യാസങ്ങൾ വരിക, പ്രത്യേക ചിന്തകൾ വരിക, അനുഭവങ്ങൾ വരിക. ചിലപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് കയറി വരുന്ന പോലെയുള്ളൊരു ഫീലിംഗ്, വൊമിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി, വിചിത്രമായ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നു എന്ന തോന്നൽ, അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ മനസ്സ് എവിടെയോ പോകുന്ന പോലെ. ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ കുറച്ചുകൂടെ ഒരു മെച്യൂർ ആയിട്ടുള്ള കുട്ടിയായിരിക്കണം. അതായത് ചെറിയ കുട്ടികൾക്ക് ഇതൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അവർക്ക് പേടിയായിരിക്കും അനുഭവപ്പെടുന്നവർ ഓടി വന്നിട്ട് അച്ഛനമ്മമാരെ കെട്ടിപ്പിടിക്കുന്ന പോലെ, കൈ കൊണ്ട് പിടിക്കണ പോലെയോ, ചിലപ്പോൾ മൂവ്മെൻറ്റ് ഇല്യൂഷൻസ് വരാം, വീഴാൻ പോകുന്ന പോലെ, അല്ലെങ്കിൽ എല്ലായിടത്തും ഭൂമി കുലുങ്ങുന്നത് പോലെ. ഈ ഫോക്കൽ സീഷേഴ്സ് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക തലച്ചോറിൻ്റെ ഒരു ഭാഗത്തുള്ള പ്രശ്നം മാത്രമായിരിക്കാം. അത് പിന്നീട് ചിലപ്പോൾ വയലൻ്റ് ആയിട്ടുള്ള സീഷർ ആകുമ്പോഴായിരിക്കാം തിരിച്ചറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ അപസ്മാര ലക്ഷണങ്ങളെക്കുറിച്ചാണ്. ഇതുകൂടാതെ തന്നെ നമ്മൾ ചില കുട്ടികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു കുഴപ്പവുമില്ലായിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം. അപ്പം പഠിക്കാൻ പോകുന്നു, സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു കുട്ടി നോർമലായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഒരു അപസ്മാരം വരുന്നു. നമ്മൾ ഒരിക്കലും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല. കുടുംബത്തിൽ അങ്ങനെ ഒരു അപസ്മാര രോഗം അവർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആരും തന്നെ ഇതിനെക്കുറിച്ച് ഒരു പക്വമായിട്ടുള്ളൊരു പരിജ്ഞാനം അവർക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിക്ക് ഒരു അപസ്മാരം വരികയാണെങ്കിൽ ഒരു 2 തരത്തിലുള്ള ക്വസ്റ്റ്യനായിട്ട് ഞാൻ ഡോക്ടർ ശശിയോട് ചോദിക്കാം. ഒന്ന്, ഒരു അപസ്മാരം നമ്മുടെ കൺമുമ്പിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾ പ്രത്യേകമായിട്ട് അവർക്ക് ഈ അപസ്മാരം ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ നമുക്ക് കൊടുക്കാൻ കഴിയും കുടുംബാംഗങ്ങൾക്ക്? അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ഞാൻ ചോദിക്കാം, ഇത് ഒന്ന് പറയുന്നു. അപ്പോൾ ആദ്യം ഇത് തീരെ പരിചയമില്ലാത്ത പാരൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാണുവാണ് കുട്ടി കൈകാലുകളോ വെട്ടുവാണ്, അല്ലെങ്കിൽ വായിൽ നിന്ന് ഇതുപോലെ പത വരുവാണ്, കണ്ണ് മേലോട്ട് പോവുകയാണ്. അപ്പം ഇങ്ങനെയാകുമ്പോൾ ഇരിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, യൂഷ്വലി കാണുന്നത് വെച്ചാൽ കുട്ടിയെ വേഗം എടുത്ത് പൊക്കിയെടുത്ത് ഓടുക, അങ്ങനെ കണ്ടേക്കുന്നത്. അല്ലെങ്കിൽ കയ്യിൽ ഇതുപോലെ ചില അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, താക്കോലെടുത്ത് കൊടുക്കുക, അങ്ങനെയുള്ള സമയം ലേറ്റ് ആക്കുന്ന കുറേ കാര്യങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഉപരി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുഞ്ഞിനെ ഒരു ഹാർഡ് സർഫസിൽ കിടത്തുകയോ അല്ലെങ്കിൽ റിക്കവറി പൊസിഷൻ നമ്മൾ പറയും, അതായത് ലെഫ്റ്റ് ലാറ്ററൽ, കുഞ്ഞിനെ ഇടത് ഭാഗത്തേക്ക് ചെരിച്ച് കിടത്തുക. അപ്പോൾ ഫിറ്റ്സ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ കൂടുതൽ സെക്രീഷൻസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം പൂൾ ചെയ്ത് ഒരു സൈഡിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക. യൂഷ്വലി മിക്ക സീഷേഴ്സും ഫിറ്റ്സും വരുന്നത് മേ ബി ഒരു 2-3 മിനിറ്റ്സിലേക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ റിക്കവറി പൊസിഷനിൽ ചെയ്യുമ്പോൾ തന്നെ മാറും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ നിയർ ബൈ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വായിൽ നിന്ന് അത് ഛർദ്ദിക്കാൻ ശ്രമിപ്പിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായി ശ്വാസം അവിടെ വെച്ച് കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി തുടരെ അപസ്മാരം വരുന്നു വെച്ചോ. അതായത് 2 സിറ്റുവേഷനുണ്ട്. ഒന്ന്, നമ്മൾ അപസ്മാരം വരുന്നു, അത് നിലയ്ക്കുന്നില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അപസ്മാരം വന്നു, ബോധം തിരിച്ച് കിട്ടുന്നില്ല, അങ്ങനെ ബോധം നശിച്ച് കിടക്കുന്നു, ഇടയ്ക്ക് വീണ്ടും അപസ്മാരം വരുന്നു. അങ്ങനെ ദീർഘനേരത്തേക്കുള്ള അപസ്മാരത്തിൽ പ്രത്യേകമായി നമ്മൾ എടുക്കേണ്ട എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അതും സാധാരണ ഒരു ഒറ്റ അപസ്മാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിൽ ഉള്ള ചികിത്സാ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ നമ്മൾ പാരൻസ് എന്ത് ചെയ്യണം? അതുപോലെ തന്നെ മെഡിക്കലി നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ഒന്ന് വിവരിക്കാം. ചിലപ്പോഴൊക്കെ ഈ അപസ്മാരത്തിന് തുടക്കം തന്നെ ഈ ആദ്യമായിട്ട് വരുന്ന ദീർഘനേരം നിൽക്കുന്ന ഇതേപോലത്തെയുള്ള ഫിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ കൈകാലുകൾ വെട്ടൽ ഉള്ള ഫിറ്റ്സ് 5 മിനിറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് വിളിക്കും. അപ്പോൾ ഇതിനെല്ലാം ഇതെല്ലാം ഒരു മെഡിക്കൽ എമർജൻസിയാണ്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് പ്രതിവിധി. ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞിനെ റിക്കവറി പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ, കുഞ്ഞിനെ എടുക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഛർദ്ദിപ്പിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത്. റിക്കവറി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് അടുത്ത തന്നെ ഉള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. മെഡിക്കൽ എമർജൻസി ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഫിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശ്വാസം എടുക്കാനോ അല്ലെങ്കിൽ ബോഡിയിൽ ഓക്സിജൻ മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് മെയിൻറ്റെയിൻ ചെയ്യാനോ ഉള്ള ഒരു സംവിധാനം ഉണ്ടാവില്ല. അപ്പോൾ റെസ്പിറേറ്ററി അറസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ സർക്കുലേറ്ററി ഇഷ്യൂസും വരാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം പുറമെ ഓക്സിജൻ അളവ് കുറഞ്ഞ് ബ്രെയിനിലേക്കും ഇഷ്കീമിയ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ട്രീറ്റ് ചെയ്യണം. മെഡിക്കൽ എമർജൻസി തന്നെയാണ്. കൃത്യമായ ICU സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക. കുഞ്ഞിനെ ഒരു എമർജൻസിയിൽ എത്തിച്ചതിന് ശേഷം
നമ്മൾ പല പല രീതിയിലാണ് കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യുക. ജീവന് ഹാനി വരുന്ന കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ ഒഴിവാക്കുക എന്നുള്ള ഇതാണ്. അപ്പോൾ ഫിറ്റ്സ് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എയർവേ തന്നെയാണ് ഒരു എന്താ പറയുക ഒരു പ്രാമുഖ്യം കൊടുക്കേണ്ടത്. ശ്വാസം എടുക്കാൻ കഴിയാത്ത കുട്ടികൾ ആയിരിക്കും ഫിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓക്സിജൻ വെക്കുക, റിക്കവറി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. വളരെ സമയം ഒരു പെട്ടെന്ന് തന്നെ നമ്മൾ ആക്ട് അതെ ചെയ്യേണ്ട അതെ ഒരു അതെ സന്ദർഭം അതെ അതെ അല്ലേ? സമയപരിമിതി എന്തായാലും ഉണ്ട്. പെട്ടെന്ന് തന്നെ റെസ്പിറേറ്ററി അറസ്റ്റും അതുപോലെ തന്നെ അതിനുശേഷം കാർഡിയക് അറസ്റ്റും സംഭവിക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക, മെഡിസിൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ദീർഘനേരം നിൽക്കുന്ന ഫിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെന്റിലേറ്റർ സഹായം ആവശ്യം വന്നേക്കാം. കുട്ടിയെ ഇൻറ്റുബേറ്റ് ചെയ്ത് വെന്റിലേറ്റർ സഹായം ആവശ്യം വന്നേക്കാം. ഇവിടെ തന്നെ ഏറ്റവും ഒരു പീഡിയാട്രിക് ഇൻറ്റൻസിവിസ്റ്റിൻ്റെ റോൾ വരുന്നത് അല്ലേ? ഇപ്പം നമ്മൾ ചിലപ്പോൾ ചിലർ പറയാറുണ്ട് ചിൽഡ്രൻ ആർ നോട്ട് യങ് ലിറ്റിൽ അഡൽട്സ് അല്ലേ? അതായത് അവരുടെ ഇൻറ്റൻസീവ് കെയറിൽ തന്നെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഈ പീഡിയാട്രിക് ഇൻറ്റൻസിവിസ്റ്റ് ആളുകൾ ആലോചിക്കുന്നുണ്ട് എന്താണ് ഈ പീഡിയാട്രിക് ഇൻറ്റൻസിവിസ്റ്റ്, അതൊരു നോർമൽ ഇൻറ്റൻസീവ് കെയർ സ്പെഷ്യലിസ്റ്റും പീഡിയാട്രിക് ഇൻറ്റൻസിവിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊന്ന് ചെറുതായിട്ടൊന്ന് പറയാം. നോർമൽ ഒരു ഫിസിയോളജി അല്ല, ഒരു സാറ് പറഞ്ഞ പോലെ ചിൽഡ്രൻ നോട്ട് യങ് അഡൾട്ട്സ്. അപ്പോൾ അഡൾട്ടിലുള്ള ഫിസിയോളജി അല്ല കുഞ്ഞുങ്ങളിലുള്ളത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ റെസ്പിറേറ്ററി അറസ്റ്റ് സംഭവിക്കാം. അപ്പോൾ അത് കാരണം ബ്രെയിനിൽ ഓക്സിജൻ അളവ് കുറഞ്ഞ് അവരുടെ എല്ലാ ഈ hypoxia സർക്കുലേറ്ററി വരാനും റിക്വയർമെന്റും ഒക്കെ ഫ്ലൂയിഡ് അതെ അതെ കൊടുക്കുന്നതും എല്ലാം അതെ അതെ വ്യത്യാസം. അവരുടെ കിഡ്നിക്കുള്ള ലോഡ് അതെ എടുക്കാൻ അതെ പറ്റുന്നതൊക്കെ അതെ വ്യത്യാസമായിരിക്കും. നമ്മൾ കൊടുക്കുന്ന റെസിസ്റ്റേഷനാണെങ്കിലും അളവും സാറ് പറഞ്ഞ പോലെ ഫ്ലൂയിഡ്, മെഡിസിനിലുള്ള അളവ്, ഡോസിൻ്റെ വ്യത്യാസം, പിന്നെ വെന്റിലേറ്ററിൻ്റെ സെറ്റിങ്സിലെ വ്യത്യാസം, അതുപോലെ തന്നെ ഫിസിയോളജി തന്നെയാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോ കുഞ്ഞിനും ഇപ്പോൾ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ 28 ദിവസം മുതൽ 15-18 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. അപ്പോൾ ഓരോ ഏജ് ഗ്രൂപ്പിനും ഇതെല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എയർവേയും ഒക്കെ ശരിയാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഈ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയുന്ന അസുഖത്തിൽ നമ്മൾ ഈ വളരെ സ്പീഡിൽ തന്നെ ഈ മരുന്നുകൾ കൃത്യമായിട്ടുള്ള ഡോസേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻട്രാവീനസ് ആയിട്ട് കൊടുക്കണമല്ലോ. കൊടുത്തു കഴിഞ്ഞിട്ട് വളരെ പ്രധാനമായിട്ട് ഞാൻ എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ള അപസ്മാരങ്ങളിൽ പുറമേ ചിലപ്പോൾ ലക്ഷണങ്ങൾ ഉണ്ടാവില്ല, ഉള്ളിൽ ഇങ്ങനെ അപസ്മാരം സംഭവിച്ചുകൊണ്ടിരിക്കാം. നോൺ കൺവൾസീവ് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മളൊരു നല്ല ഒരു നല്ലൊരു എപ്പിലെപ്സി സെൻറ്ററിൽ എങ്ങനെയാണ് മാനേജ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മോണിറ്ററിങ്, കണ്ടിന്യൂസ് മോണിറ്ററിങ് എന്ന് പറയും. എന്നിട്ട് ഈ അപസ്മാരത്തിനെ പൂർണ്ണമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് ആ ഒരു കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഇത്തരത്തിലുള്ള കുട്ടികൾക്കൊരു നല്ല ഔട്ട്കം, അതായത് തലച്ചോറിന് കൂടുതൽ ഡാമേജ് സംഭവിക്കാത്ത രീതിയിലുള്ള ഔട്ട്കം നമുക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ അല്ലേ? അപ്പം അതുപോലെ കഞ്ചു, ഇപ്പം നമ്മൾ കുട്ടികളുടെ അപസ്മാരം അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഇൻറ്റൻസിവിസ്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിന് ഇതിൻ്റെ റോളുണ്ട്, വളരെ പ്രധാനമായിട്ടുള്ള റോൾ ഈ ഒരു എപ്പിലെപ്സി ട്രീറ്റ്മെൻറ്റിൽ ഉണ്ട്. അപ്പം ഞാനൊരു എപ്പിലെപ്റ്റോളജിസ്റ്റാണ്. അപ്പോൾ അപസ്മാര രോഗത്തിൽ ആണ് എന്നതിൻ്റെ വൈദഗ്ധ്യം ഇരിക്കുന്ന അങ്ങനെയുള്ള ചികിത്സാ സംവിധാനത്തിൽ വളരെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ കുട്ടികളുടെ അപസ്മാരം ചികിത്സിക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഞാൻ നേരിടാറുണ്ട്. അപ്പോൾ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിൻ്റെ സേവനം അത്യന്താപേക്ഷികമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രധാനമായിട്ടും കുറച്ച് സന്ദർഭങ്ങൾ എൻ്റെ മനസ്സിലുള്ളത് പറയാം, അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാം. ഒന്നാമതായിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് അപസ്മാരത്തിനുള്ള കാരണങ്ങൾ വ്യത്യസ്തമാണ്. അതിൽ തന്നെ പലതും ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു ജനിതകമായ വ്യതിയാനം എന്താണോ അതിന് തക്കതായ ചികിത്സ കൊടുക്കേണ്ട പ്രാധാന്യമുണ്ട്. 1. 2, ഇമ്മ്യൂൺ മീഡിയേറ്റഡ് എപ്പിലെപ്സീസ് എന്ന് പറയുന്നു. അതായത് നമ്മുടെ ശരീരത്തിൽ തന്നെ ആൻറ്റിബോഡീസ് ഉണ്ടാക്കി തലച്ചോറിലെ കോശങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഇമ്മ്യൂൺ മീഡിയേറ്റഡ് എപ്പിലെപ്സീസ് ഉണ്ട്. അവർക്ക് അപസ്മാര ചികിത്സയ്ക്ക് പുറമേ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ മോഡിഫൈ ചെയ്യുന്ന ഇമ്മ്യൂണോ മോഡുലേറ്ററി ട്രീറ്റ്മെൻറ്റ്സ് ആവശ്യമായിട്ട് വരാറുണ്ട്. 2. 3, ഈ അപസ്മാര രോഗബാധിതരായ കുട്ടികൾക്ക് അപസ്മാരം കൂടാതെയുള്ള ഡെവലപ്മെൻറ്റൽ പ്രോബ്ലംസ് ഉണ്ടാവാം, മറ്റ് സിസ്റ്റംസിനെ എഫക്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന പലതരത്തിലുള്ള പോരായ്മകളുണ്ടാകും. അപ്പോൾ അത്രയും ഇത് കൂടാതെ ട്രീറ്റ്മെൻറ്റിലും കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പീഡിയാട്രിക് എപ്പിലെപ്സി മാനേജ്മെൻറ്റിൽ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള വളരെ
ശ്രദ്ധയോടുകൂടിയുള്ള ഒരു എല്ലാം കൂടി സമന്വയിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സ, ഒരു അപ്രോച്ചാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പീഡിയാട്രിക് എപ്പിലെപ്സി പേഷ്യൻറ്റിനെ തന്നെ ഇപ്പോൾ ഡോക്ടർ അഞ്ജു പരിശോധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം ഇവരോടൊപ്പം വ്യതിചലിക്കേണ്ടി വരുന്നുണ്ട്. വളരെ എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഈ കുട്ടികളുടെ ചികിത്സ. അത് ഒരിക്കലും നമ്മൾ പെട്ടെന്ന് തീർത്ത് വിടേണ്ട ഒന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിൽ ഒന്ന് വിശദീകരിക്കാം. അപ്പോൾ കുട്ടികളിൽ വരുന്ന അപസ്മാരവും മുതിർന്നവരിൽ വരുന്ന അപസ്മാരത്തിൻ്റെയും ആ പ്രധാന ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികളിൽ വരുന്നതിൻ്റെ കാരണങ്ങൾ തന്നെയാണ് സാർ സൂചിപ്പിച്ചതുപോലെ. അത് തന്നെ ഓരോ പ്രായത്തിലും വ്യത്യസ്തമാണ്. ഇപ്പോൾ ആദ്യത്തെ 28 ദിവസത്തിൽ വരുന്ന ഒരു കൂട്ടം അപസ്മാരങ്ങളുണ്ട്. അതിനുശേഷം 1 വയസ്സ് വരെ ഉള്ള പ്രായത്തിൽ വരുന്ന പ്രത്യേകതരം അപസ്മാരങ്ങളുണ്ട്. അതിനുശേഷം 1 വയസ്സിന് മുകളിൽ വരുന്ന കുട്ടികളിൽ വരുന്ന അപസ്മാരങ്ങളുണ്ട്. അപ്പോൾ ഇത് തലച്ചോറിൻ്റെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഉത്ഭവിക്കുന്ന അപസ്മാരങ്ങളാകാം. അതല്ലാന്നുണ്ടെങ്കിൽ മൊത്തമായി ജനറലൈസ്ഡ് എപ്പിലെപ്സീസ് എന്ന് പറയുന്ന തലച്ചോറ് മൊത്തമായിട്ട് ആക്ട് ചെയ്യുന്ന ബാധിക്കുന്ന അപസ്മാരങ്ങളാകാം. ഇതിൻ്റെ കാരണങ്ങളും വ്യത്യസ്തമാണ്. ഈ പ്രായത്തിൽ നമുക്ക് തലച്ചോറിൻ്റെ ഘടനാപരമായ വ്യത്യാസങ്ങൾ, തലച്ചോറിനകത്തെ ഇപ്പോൾ ജന്മനാ തന്നെയുള്ള വ്യത്യാസങ്ങൾ കാരണം അപസ്മാരം വരാം. പിന്നെ വലിയ ആൾക്കാരിൽ വരുന്ന പോലെ തന്നെ ഇൻഫെക്ഷൻസ്, മെനിഞ്ചൈറ്റിസ്, തലച്ചോറിൻ്റെ വിവിധ തരമായ ഇൻഫെക്ഷൻസ്, ട്യൂബർക്കുലോസിസ്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അപസ്മാരം വരാം. പിന്നെ ഏറ്റവും പ്രധാനമായി ജനറ്റിക് ആൻഡ് മെറ്റബോളിക് അസുഖങ്ങൾ. ജനറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ ജീൻസിൽ വരുന്ന വ്യത്യാസം കൊണ്ട് ചില ജനറ്റിക് വേരിയേഷൻസിനകത്ത് അപസ്മാരം ഉണ്ടാകാനുള്ള പ്രവണതയുണ്ട്. അതും വളരെ കടുപ്പമേറിയ തരത്തിലുള്ള അപസ്മാരങ്ങൾ, ചിലപ്പോൾ ഒരു മരുന്നിലോ ഒറ്റ മരുന്ന് കൊണ്ട് മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കുറച്ചുകൂടി സങ്കീർണമായ അപസ്മാരങ്ങൾ, ജനറ്റിക് അപസ്മാരങ്ങൾ വരാം. പിന്നെ വേറെ ചിലത് മെറ്റബോളിക് അപസ്മാരങ്ങൾ, നമ്മുടെ ശരീരത്തിൽ ചില എൻസൈമുകളുടെ കുറവുകൾ കൊണ്ട് നമുക്ക് ചില അസുഖങ്ങൾ വരാം, മെറ്റബോളിക് അസുഖങ്ങൾ, അതിൻ്റെ ഭാഗമായി വരുന്ന അപസ്മാരമാവാം. ഇനി ഇതിനെല്ലാം പുറമെ അതിൻ്റെ മൂലകാരണം കണ്ടുപിടിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചികിത്സയിലും ഗണ്യമായ മാറ്റങ്ങൾ ഉണ്ടാവും. ഡെഫിനറ്റ്ലി. അപ്പോൾ നമുക്ക് കുട്ടികളുടെ അപസ്മാരത്തെ പറ്റി നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇതേപോലെ ജനറ്റിക് ആൻഡ് മെറ്റബോളിക് അസുഖങ്ങൾ, അത് നമ്മൾ സാധാരണ ചികിത്സിക്കുന്ന പോലെ അപസ്മാരത്തിൻ്റെ മരുന്ന് ഇടുക മാത്രമല്ല, ഈ കാരണം കണ്ടെത്തി ആ കാരണത്തെയും കൂടി നമ്മൾ ചികിത്സിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ജനിതകമായ പല ജനറ്റിക് അപസ്മാരങ്ങളിൽ ഇപ്പം നമ്മുടെ ശരീരത്തിലെ തലച്ചോറിൻ്റെ കോശങ്ങളിൽ ചാനലുകളുണ്ട്, സോഡിയം ചാനൽ, പൊട്ടാഷ്യം ചാനൽ. ഈ ചാനലുകളുടെ വേരിയേഷൻ കാരണം നമ്മുടെ തലച്ചോറിനകത്തുള്ള വൈദ്യുത സ്പന്ദനങ്ങളിൽ വ്യത്യാസം വരികയും അത് കാരണം അപസ്മാരം വരികയും ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ രോഗങ്ങളിൽ അതിന് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അതേപോലെ മെറ്റബോളിക് അസുഖങ്ങൾ, നമ്മുടെ ശരീരത്തിൽ ചില എൻസൈമുകളുടെയൊക്കെ കുറവ് കാരണം ചില ധാതുക്കളുടെ അല്ലെങ്കിൽ ചില വസ്തുക്കളുടെ അളവ് കൂടുന്നു. അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് നമ്മൾ ഈ അസുഖം കണ്ടുപിടിക്കുകയും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്താൽ മാത്രമേ അപസ്മാരം കുറയുള്ളൂ. അതേപോലെ തന്നെ കുട്ടിയുടെ ഡെവലപ്മെൻറ്റും വളരെ പ്രധാനമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ മുതിർന്ന ഒരാളുടെ വരുന്ന അപസ്മാരവും ചെറിയ കുട്ടികളിൽ വരുന്ന അപസ്മാരവും തമ്മിലുള്ള ഏറ്റവും പ്രധാന ഡിഫറൻസ്, ഒന്ന് ഈ കാരണങ്ങൾ വ്യത്യസ്തമാണ്, 2 വളരുന്ന തലച്ചോറാണ്. ആ സമയത്ത് നമ്മൾ ഈ അപസ്മാരം കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വളർച്ചയും പഠനത്തെയും ഒക്കെ ബാധിക്കാം, ഭാവി ജീവിതത്തെ തന്നെയും അതിൻ്റെ ഡയറക്ഷൻ തന്നെയും മാറ്റിമറിക്കാം. അവിടെയാണ് ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റിൻ്റെ ആവശ്യം ഏറ്റവും കൂടുതൽ വരുന്നത്. ഇതിൻ്റെ മൂലകാരണം കണ്ടുപിടിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള കറക്റ്റായ ട്രീറ്റ്മെൻറ്റ്, പ്രിസിഷൻ ട്രീറ്റ്മെൻറ്റ് കുഞ്ഞിനെ ആരംഭിക്കുകയും. ഇമ്മ്യൂൺ മീഡിയേറ്റഡ് എപ്പിലെപ്സീസും വളരെ പ്രധാനമാണല്ലോ. അതെ. അപ്പോൾ അതിൽ അതായത് അപസ്മാര ചികിത്സ കൂടാതെ തന്നെ ചില രാത്രി മാത്രം ഉണ്ടാകും ചില അപസ്മാരങ്ങൾ. അതിനകത്ത് ഈ EEG തന്നെ കണ്ടിന്യൂസ് ആയിട്ട് രാത്രിത്തെ EEG എടുത്ത് നോക്കിയാൽ മൊത്തം അബ്നോർമൽ ആയിരിക്കും, സ്പൈക്സ് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഇമ്മ്യൂൺ തെറാപ്പി വേണ്ടി വരാറുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്തൊരു കുട്ടി വരുന്നുണ്ട്. ആ കുട്ടിക്ക് പുറമേ ആക്ച്വലി ഒരു തവണ മാത്രമേ അപസ്മാരം വന്നിട്ടുള്ളൂ. അപ്പോൾ അത് കൺട്രോൾ ആണെന്ന് വിചാരിക്കും. അതെ, അത് കൺട്രോൾ ആണെന്ന് വിചാരിക്കും. തുടക്കത്തിൽ EEGക്കകത്ത് ഒരു വ്യത്യാസം ഉണ്ട്, അപസ്മാരത്തിൻ്റെ വ്യത്യാസം ആദ്യം ഉണ്ട്, പക്ഷെ പിന്നെ അപസ്മാരം ഒന്നും പുറമേ വന്നിട്ടില്ല. പക്ഷെ മാതാപിതാക്കൾ പറയുക കുട്ടി അടങ്ങിയിരിക്കില്ല, കുട്ടി മുഖത്തോട്ട് നോക്കുന്നില്ല, സംസാരം പുറകിലോട്ട് പോയി,
ഇങ്ങനെ ഭയങ്കര അപ്പം ഹൈപ്പർ ഇതും ആക്റ്റീവ്. ഈ അസുഖത്തിന്റെ അപസ്മാരത്തിന്റെ ഒരു ഭാഗമാണ് അതെ, ഈ അല്ലേ? ഒരു അസുഖത്തിനകത്ത് അങ്ങനെയും വരാം. അപ്പോൾ ഈ കുട്ടിക്ക് ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അപ്പോൾ ഈ കുട്ടിയെ എല്ലാവരും ഹൈപ്പർ ആക്റ്റീവ് എന്നാണ് ലേബൽ ചെയ്തിരുന്നത്. ഹൈപ്പർ ആക്ടിവിറ്റി, ഓട്ടിസ്റ്റിക് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഓട്ടിസത്തിൻ്റെ ഫീച്ചേഴ്സും ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്, അത് ശരി തന്നെ. പക്ഷേ ഈ കുട്ടിയുടെ അടിസ്ഥാന പ്രശ്നം എന്ന് വെച്ചാൽ തലച്ചോറിനകത്ത് എസ്പെഷ്യലി ഉറങ്ങുന്ന സമയത്ത് തുടർച്ചയായിട്ട് അപസ്മാരത്തിൻ്റെ ആക്ടിവിറ്റി വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കുട്ടിക്ക് നമ്മൾ സാധാരണ അപസ്മാരത്തിൻ്റെ മരുന്ന് മാത്രമല്ല, അതിലുപരി മുമ്പ് സൂചിപ്പിച്ച പോലെ ഇമ്മ്യൂൺ തെറാപ്പി ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര ഗണ്യമായ വ്യത്യാസം സ്വഭാവത്തിൽ തന്നെയും വരുന്നുണ്ട്. അതിനു മുമ്പ് മാതാപിതാക്കൾക്ക് കുട്ടിയെ കൊണ്ട് പുറത്തു പോകാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവരുടെ ലൈഫിൻ്റെ തന്നെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഫേസ്. അപ്പം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിനോട് ഇത് വളരെ നല്ലപോലെ റെസ്പോണ്ട് ചെയ്യും. അത് അപ്പോൾ സ്വഭാവം ഒക്കെ വ്യത്യാസം വന്നു. അപ്പോൾ അവർ തന്നെ ചോദിക്കും, ഇതെങ്ങനെ അപസ്മാരം വരാം, പുറമേ ഒന്നും കാണുന്നില്ലല്ലോ, പുറമേ എപ്പോഴും ഒരുപാട് പുറമേ ഒരുപാട് അപസ്മാരം വരണം എന്നില്ല, എങ്കിൽ പോലും സൈലൻ്റായിട്ട് പോലും തലച്ചോറിനകത്ത് ഫിറ്റ്സ് വരാം. ഇത് പറഞ്ഞപ്പോഴാണ് ഈ ഇമ്മ്യൂൺ മീഡിയേറ്റഡ് എപ്പിലെപ്സിയുടെ കാറ്റഗറിയിൽ തന്നെ വരുന്ന 2 പ്രധാനപ്പെട്ട അസുഖങ്ങൾ, അത് ICUവിൽ ഡോക്ടർ ശശിയുടെ കെയർ വേണ്ടി വരുന്ന 2 അസുഖങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ഒന്ന് ഓട്ടോ ഇമ്മ്യൂൺ എൻസെഫലൈറ്റിസ്, 2 ഫൈറസ്. അത് ഓട്ടോ ഇമ്മ്യൂണിൻ്റെ ഒരു ഗ്രൂപ്പിൽ തന്നെ, അതായത് ഒരു കുഴപ്പമില്ലാതിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് വരുന്ന ഒരു അപസ്മാരത്തിൻ്റെ ഒരു കൊടുങ്കാറ്റ്. ഈ 2 അസുഖങ്ങളെക്കുറിച്ച്, അതിൻ്റെ ചലഞ്ചസിനെ കുറിച്ച്, അതിൻ്റെ വെല്ലുവിളികളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അതെ അതെ. അപ്പോൾ ഈ ഈ ഈ പറഞ്ഞ 2 കാറ്റഗറിയുള്ള കുട്ടികളും ഫിറ്റ്സ് ധാരാളമായിട്ട് സാർ പറഞ്ഞ പോലെ ബേസ്റ്റ് ഓഫ് സീഷേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്, ദീർഘകാലം വരാൻ ചാൻസ് ഉണ്ട്. ദേ മേ റിക്വയർ ചിലപ്പോൾ 2 മാസം 1 മാസം എല്ലാം ICU സ്റ്റേ ആവശ്യം വരാം ഇവർക്ക്. ഒരു കുഴപ്പവും ഇല്ലായിരുന്ന ഒരാൾക്കായിരിക്കും അത് ഒരു കുട്ടി. വരുന്നതെന്നുള്ളതാണ്. അതെ അതെ പെട്ടെന്ന് അപസ്മാരത്തിന് പെട്ടെന്ന് ഇങ്ങനെ വരുന്ന ഒരുപാട് അപസ്മാരങ്ങൾ, വെന്റിലേറ്ററിൽ പോകുന്നു, ആഴ്ചകൾ മാസങ്ങൾ കഴിയുമെന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. അതെ അതെ, തീർച്ചയായും തീർച്ചയായും. പാരൻസിന് തീരെ അത് കൗൺസിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും, അവർക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ആദ്യമായിട്ടൊരു സീഷർ വന്നു, ഫിറ്റ്സ് വന്നു, ജസ്റ്റ് സ്റ്റേബിളാക്കി ഇതുപോലെ വെന്റിലേറ്ററിലാക്കി നമുക്ക് റെഫർ ചെയ്ത് കിട്ടാറോ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ വരാറോ ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു PICU, എസ്പെഷ്യലി ന്യൂറോ ക്രിട്ടിക്കൽ കെയർ. ഡോക്ടർ ശശിയ, നമ്മൾ 2 കണ്ടീഷൻസ്, ഓട്ടോ ഇമ്മ്യൂൺ എൻസെഫലൈറ്റിസ് പിന്നെ ഫൈറസ്, ഇത് വളരെ അപകടകാരികളായിട്ടുള്ള, ഈ നമ്മൾ അഞ്ചുമായിട്ട് ഡിസ്കസ് ചെയ്ത ഇമ്മ്യൂൺ മീഡിയേറ്റഡ് എപ്പിലെപ്സിയുടെ അപകടകരമായിട്ടുള്ള ഒരു 2 സിനാരിയോസാണ്. അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഈ അസുഖം വരുന്നത്, എന്താണ് അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, ചികിത്സ എങ്ങനെയാണ്, ഒന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ മുന്നേ നോർമലായിട്ടുള്ളൊരു കുട്ടി ചിലപ്പോൾ 1 മാസം മുന്നേ 2 ആഴ്ച മുന്നേ പനിയോ ജലദോഷമോ എന്തെങ്കിലും വന്നിട്ടുണ്ടാവുമായിരിക്കും, നിർബന്ധമില്ല. അപ്പോൾ കുഞ്ഞിന് ചെറിയ ചെറിയ സ്വഭാവ വ്യത്യാസങ്ങൾ വരുവാണ്, ഉറക്കത്തിൽ വ്യത്യാസം വരികയാണ്, കൂടുതൽ ഉറങ്ങുമോ അല്ലെങ്കിൽ തിരിച്ചോ, അല്ലെങ്കിൽ സംസാരത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുവാണ്. അപ്പോൾ ഇതൊന്നും ആക്ച്വലി പാരൻസ് ശ്രദ്ധിക്കണം എന്നില്ല, അത് ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും കാരണമായിട്ട് അവർ യോജിച്ച് പോയേക്കാം. പക്ഷേ ഇത് കാര്യമായിട്ട് എടുക്കുക ഫിറ്റ്സ് വരുമ്പോഴായിരിക്കും. ദീർഘനേരം നിൽക്കുന്ന ഫിറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ തിരിച്ചും ആയിരിക്കാം. എനിവേ ദീർഘനേരം നിൽക്കുന്ന ഫിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഒരു റെസിസ്റ്റേഷൻ വേണ്ടി വരും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ അടുത്ത് കുട്ടി യൂഷ്വലി എത്തുക. അപ്പോൾ നമ്മൾ അവർ പാരൻസിനോട് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ഹിസ്റ്ററിയും പ്ലസ് ഇതേപോലെ ദീർഘനേരം നിൽക്കുന്ന ഫിറ്റ്സും, അപ്പോൾ അതേപോലെ നമ്മൾ PICUവിൽ ഒബ്സർവ് ചെയ്തു, ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു, മെഡിസിൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇവാലുവേഷൻ തുടങ്ങും. ഇപ്പോൾ ഫയേഴ്സ് എന്നുള്ളൊരു കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ പനിയോട് കൂടി ഫിറ്റ്സിൻ്റെ ഒരു എന്താ പറയുക സ്റ്റോം തന്നെ ആയിരിക്കും, അത് പല രീതിയിൽ നിൽക്കാതെ ഫിറ്റ്സ് വരാം. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കുഞ്ഞിനെ സ്റ്റേബിളാക്കി PICUവിൽ ബാക്കി ന്യൂറോ ക്രിട്ടിക്കൽ കെയർ സ്റ്റാർട്ട് ചെയ്യും. ഇതിൻ്റെ കൂടെ ഇപ്പോൾ എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് EEG എടുക്കാം. കണ്ടിന്യൂസ് EEG നമ്മൾ എന്തായാലും ചെയ്തിരിക്കും, അത് വീഡിയോ EEG കൂടി ഫലപ്രദമായിരിക്കും. അതിൽ പ്രത്യേകതരം വ്യത്യാസങ്ങൾ EEG ചേഞ്ചസ് ഓരോ അസുഖത്തിനും ഉണ്ടാവും. അല്ലെങ്കിൽ ഫയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നോൺ കൺവൾസീവ് സ്റ്റാറ്റസ് എന്നുള്ള രീതിയിൽ തുടരെയായി ഫിറ്റ്സ്, കുഞ്ഞിനെ കാണുമ്പോൾ കൈകാല് വെട്ടിയില്ലെങ്കിലും EEGയിൽ ശക്തമായ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇമേജിംഗ് സ്റ്റഡി ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വരും.
അപ്പോൾ എന്തെങ്കിലും MRI സ്കാനിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, അതെല്ലാം ഓരോ പാറ്റേൺ വ്യത്യാസങ്ങൾ അതെല്ലാം നമുക്ക് ഒരു ഡയഗ്നോസിസിലേക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെ നമുക്ക് നട്ടെല്ലിൽ നിന്ന് നീര് കുത്തിയെടുത്ത് പരിശോധിക്കാം. ഇൻഫെക്ഷൻസ് അതിൽ നിന്ന് കുറച്ച് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഡയഗ്നോസിസിൽ എത്തിച്ചേരാനുള്ള പല പല രീതികളാണ്. ഇതിനെല്ലാം പുറമെ നമ്മളിതിപ്പോൾ ഒരു ഫിറ്റ്സ് വന്നതിൻ്റെ കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനെല്ലാം പുറമെ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അത്യാവശ്യമാണ്. ഫസ്റ്റ് തിങ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഇസ് ബ്രെയിൻ പ്രൊട്ടക്ഷൻ. നമ്മൾ ന്യൂറോ പ്രൊട്ടക്ഷൻ എന്നാണ് പറയുക. ബ്രെയിനിന് നീര് കൂടാതെ അധികമാവാതെ ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് മെക്കാനിക്കൽ വെന്റിലേഷൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പല പല കാര്യങ്ങളും അതിൻ്റെ കൂടെ നോക്കേണ്ടതുണ്ട്. ബ്രെയിൻ പ്രഷേഴ്സ് നോക്കേണ്ടതുണ്ട്, നീര് കുറയാനുള്ള മെഡിസിൻസ് കൊടുക്കേണ്ടതുണ്ട്, BP ഉള്ള വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ ഷുഗർ, ടെമ്പറേച്ചർ, ഇതെല്ലാം ഒരു ന്യൂറോ ക്രിട്ടിക്കൽ കെയറിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സീഷേഴ്സ് കൺട്രോൾ ചെയ്യണം, ഫിറ്റ്സ് കൺട്രോൾ ചെയ്യണം. അതിന് പല പല ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസും ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് EEGയിൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ഫിറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇടയ്ക്കായി കൊടുക്കുന്ന ഫിറ്റ്സിൻ്റെ മരുന്നിന് പുറമെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അനസ്തീഷ്യ മെഡിസിൻസോ അല്ലെങ്കിൽ അതുപോലത്തെ സീഷർ കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസ് ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ ഇതിനകത്തൊന്നും കൺട്രോൾ ചെയ്യാതെ വരും, തുടരെ ഫിറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ചേഞ്ചസ്, ചിലപ്പോൾ കൈകാലുകൾ വെട്ടുന്ന എന്തെങ്കിലും അവസ്ഥകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചേഞ്ചസ്, ന്യൂറോളജിക്കലി വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിന് സംബന്ധമായിട്ടുള്ള ഓരോ ബുദ്ധിമുട്ട് എന്താണോ അതിനുള്ള മെഡിസിൻസ് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഒരു പത്തോളജി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് IVIG കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്മ ഫെറസിസ് ചെയ്യാം. ഇങ്ങനെയുള്ള പല ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇമ്മ്യൂണോ മോഡുലേറ്ററി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്, അതായത് ഇത്തരം ആൻറ്റിബോഡീസ് തലച്ചോറിൻ്റെ കോശങ്ങൾക്കെതിരായിട്ട് പുറപ്പെട്ടു വരുന്ന ഈ ആൻറ്റിബോഡീസിനെ തടയാനോ നീക്കം ചെയ്യാനോ ഉള്ള വിവിധ തരത്തിലുള്ള ചികിത്സകൾ കൊടുക്കാം. പലപ്പോഴും ഈ രോഗികൾ ചിലപ്പോൾ 1-2 മാസം വരെയൊക്കെ വെന്റിലേറ്ററിൽ കിടക്കുന്ന അവസ്ഥ വരാറുണ്ട്. പലപ്പോഴും ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടി ഈ ഒരു പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആ കുടുംബത്തിന് വളരെ വലിയൊരു ചലഞ്ചാണ്. പക്ഷേ ഇതാണ് കുട്ടികളുടെ അപസ്മാരങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു വശത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന അസുഖങ്ങളുണ്ട്. പക്ഷേ വിചിത്രമായിട്ടെങ്കിലും ഇടയ്ക്കെങ്കിലും ഇങ്ങനെയുള്ള കഠിനമായിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള അപസ്മാരം ഉണ്ടാകുന്ന സിറ്റുവേഷൻസും ഉണ്ടാകുന്നു എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതായത് ബഹുഭൂരിപക്ഷം അപസ്മാരങ്ങൾക്കും നമുക്കിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നില്ല. വളരെ നല്ല രീതിയിലുള്ള ചികിത്സ കൊണ്ട് ഭയങ്കര നല്ല രീതിയിൽ നോർമലായിട്ടുള്ള ജീവിതം സംഭവമാണെന്നുള്ളതാണ് പ്രധാന മെസ്സേജ്. അപ്പോൾ ആ ഗണത്തിൽപ്പെട്ട അപസ്മാരങ്ങളിൽ ഒരു പ്രത്യേക അപസ്മാരങ്ങൾ, അതായത് തലച്ചോറിൽ ഒരു പ്രത്യേക ഭാഗത്ത് നിന്ന് ഒരു സ്രോതസ്സിൽ നിന്ന് മാത്രം പുറപ്പെട്ടു വരുന്ന അപസ്മാരങ്ങൾ, ഫോക്കൽ എപ്പിലെപ്സീസ്. അപ്പോൾ ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ ഞാൻ ഇരിക്കുന്നത് ഒരു ന്യൂറോളജിസ്റ്റ് ഉള്ളതിനെക്കാട്ടിലും ഒരു എപ്പിലെപ്റ്റോളജിസ്റ്റ് എന്ന ഒരു കപ്പാസിറ്റിയിലാണ് ഞാനിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ എപ്പിലെപ്റ്റോളജിസ്റ്റിൻ്റെ ഒരു റോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോക്കൽ എപ്പിലെപ്സിയാണ് മെയിനായിട്ട് നമ്മുടെ പ്രവർത്തന മേഖല. അത് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഈ സ്പോട്ടിനെ നമ്മൾ കണ്ടുപിടിക്കണം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മളെ സംബന്ധിച്ചോളം. ഈ സ്പോട്ട് നമ്മളെ തെന്നി മാറാതെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതെങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? അതിന് പലതരത്തിലുള്ള ടെസ്റ്റുകൾ ആവശ്യമായിട്ട് വരും. ഒന്ന് VDO-EEG മോണിറ്ററിങ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള 1-2 ദിവസം 3 ദിവസം നീണ്ടു നിൽക്കുന്ന EEG പരിശോധന. ആ സമയത്ത് തന്നെ കുട്ടിക്ക് അപസ്മാരം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഒരു ക്യാമറയിൽ കൂടി പകർത്തി ആ അപസ്മാരത്തിൻ്റെ ഓരോ ലഘുവായിട്ടുള്ള വ്യതിയാനങ്ങൾ പോലും മനസ്സിലാക്കി അതിനെ അനലൈസ് ചെയ്ത് ഈ EEG-യുമായിട്ട് താരതമ്യം ചെയ്ത്, കൂടാതെ അപസ്മാരത്തിന് വേണ്ടി പ്രത്യേകമായി പാകപ്പെടുത്തിയ MRI. പലരും വന്ന് പറയും MRI നോർമലാണ് ഡോക്ടർ എന്നുണ്ട്, MRI നോർമലാണ്, EEG നോർമലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അപസ്മാരങ്ങൾ പലതും വരുന്ന തലച്ചോറിൻ്റെ വളരെ ഉൾഭാഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മടക്കുകളിൽ നിന്നോ ഒക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ സവിശേഷമായിട്ടുള്ള അതിനുവേണ്ടി പാകപ്പെടുത്തി MRI പ്രോട്ടോക്കോൾസ് ഉപയോഗിക്കണം. എപ്പിലെപ്സി പ്രോട്ടോക്കോൾ MRI, ചിലപ്പോൾ PET സ്കാൻ വേണ്ടി വരും, MEG വേണ്ടി വരും. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു കൂട്ടം ഡോക്ടർമാർ സംഘത്തോടു കൂടി ഇരുന്ന് അതിന് വിശദമായി ചർച്ച ചെയ്ത് ആ സ്പോട്ട് എന്താണ് കൃത്യമായി കണ്ടെത്തുക. അത് ശസ്ത്രക്രിയ മൂലം നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഈ വളരെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു അപസ്മാരം,
ചിലപ്പോൾ എല്ലാ ദിവസവും വരും. ചിലർക്ക് രാത്രിയിൽ അപസ്മാരം വരും. രാത്രി എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നു, ഭയപ്പെട്ട് നിൽക്കുന്നു, വിചിത്രമായ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നു, കൈകാലുകൾ കോച്ചുന്നു. അങ്ങനെയൊക്കെയുള്ള നിരന്തരം വരുന്ന അപസ്മാരം പെട്ടെന്ന് ഒരു ലൈറ്റ് ബൾബ് ഓഫ് ചെയ്യുന്ന പോലെ ഒരു ദിവസം കൊണ്ട് തന്നെ നോർമലായി പോകും. ഇതാണ് ഫോക്കൽ എപ്പിലെപ്സിയുടെ ചികിത്സയിലുണ്ടാകുന്ന നമുക്ക് ഉണ്ടാകുന്ന വളരെ ചാരിതാർത്ഥ്യം നൽകുന്ന ഒരനുഭവം. അപ്പോൾ ആ കുട്ടികളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥയെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമാണ് അപസ്മാര ശസ്ത്രക്രിയ. അത് എല്ലാ അപസ്മാരങ്ങൾക്കുള്ള ചികിത്സയല്ല, 100% സക്സസ്സും ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ബഹുഭൂരിപക്ഷം രോഗികളിലും ഗണ്യമായ ഒരു വ്യത്യാസം, ചിലപ്പോൾ പൂർണ്ണമായിട്ടുള്ളൊരു ക്യൂർ സാധ്യമാകുന്ന ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു ചികിത്സാ സംവിധാനമാണ് അപസ്മാര ശസ്ത്രക്രിയ. ഈ അപസ്മാര ശസ്ത്രക്രിയ ഞാൻ പറഞ്ഞ പോലെ എല്ലാ കേസുകളിലും സംഭവമാകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്നു, അപസ്മാരം വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മരുന്നുകളല്ലാതെ വേറെ ഏതെങ്കിലും ചികിത്സാ രീതികൾ ഡോക്ടർ ഉപയോഗപ്പെടുത്താറുണ്ടോ? സോ ആദ്യമായിട്ട് ഈ അപസ്മാരം വരുമ്പോൾ സാർ പറഞ്ഞതുപോലെ ഇതിൻ്റെ കാരണം കണ്ടെത്തുകയാണ് ലക്ഷ്യം. അപ്പോൾ ഇത് ഒരു ഏരിയയിൽ നിന്ന് വരുന്നതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പിലെപ്സി സർജറി, മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല, 2 മരുന്നുകൾ നല്ല ഡോസിലിട്ടു എന്നിട്ട് വീണ്ടും വീണ്ടും വരുന്നു എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എപ്പിലെപ്സി സർജറിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനായിട്ടുള്ള ഡീറ്റെയിൽഡ് ഇവാലുവേഷനൊക്കെ എപ്പിലെപ്റ്റോളജിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തേണ്ടി വരും. കീറ്റോജനിക് ഡയറ്റ് ഇതേപോലെ മരുന്നുകളോട് പ്രതികരിക്കാത്ത തരത്തിലുള്ള അപസ്മാരങ്ങളിൽ കൊടുക്കും. പിന്നെ ചില പ്രത്യേകതരം അപസ്മാരങ്ങൾ പലതും ജനറ്റിക് ആവും, ജനിതകമായിട്ടുള്ളതിനകത്ത് കീറ്റോജനിക് ഡയറ്റ് തുടങ്ങാൻ നമ്മൾ ഒരുപാട് കാത്തു നിൽക്കാറില്ല. നമ്മൾ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെയും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ് കീറ്റോജനിക് ഡയറ്റ്. കാരണം അത് ഏറ്റവും കൂടുതൽ ഈ ചില പ്രത്യേക തരം ജനറ്റിക് അപസ്മാരങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുക കീറ്റോജനിക് ഡയറ്റ് തെറാപ്പിയോടായിരിക്കാം. അപ്പോൾ നമുക്കൊരു ജനിതകമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടി, ഇങ്ങനത്തെ ഒരു അപസ്മാരം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്നുകളോടൊന്ന് 2, 3, 4 മരുന്നുകൾ ആഡ് ചെയ്ത് ഒരു റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുന്നതിന് പകരം കുറച്ചുകൂടെ ഏർലി ആയിട്ട് തന്നെ കീറ്റോജനിക് ഡയറ്റ് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞതുപോലെ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് നമ്മൾ മരുന്നിട്ടു, അനസ്തീഷ്യയുടെ മരുന്നുകളിട്ടു, എന്നിട്ടും അപസ്മാരം തുടരുന്നു. ആ ഒരു സമയത്തും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന മെത്തഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് കീറ്റോജനിക് ഡയറ്റ് തെറാപ്പി. ഇനി അത് ഡയറ്റ്. ഇനി അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ന്യൂറോ സ്റ്റിമുലേഷൻ, ഇപ്പോൾ വേഗൽ നെർവ് സ്റ്റിമുലേഷൻ എന്നൊക്കെ പറയും, അതല്ലെങ്കിൽ പിന്നെ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. അപ്പോൾ ഇതൊക്കെ വളരെ എക്സ്പെർട്ടീസ് ഉള്ള സെൻറ്റേഴ്സിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സങ്കീർണമായ പ്രൊസീജിയേഴ്സാണ്. നമ്മൾ ഇതേപോലെ മെഡിസിനോട് വളരെ പ്രതികരണം കുറവുള്ള തരത്തിലുള്ള അപസ്മാരങ്ങൾ, അതല്ലെങ്കിൽ ഇതേപോലെ നിർത്താണ്ട് വന്നുകൊണ്ടേയിരിക്കുന്ന സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്, തുടർച്ചയായി അപസ്മാരം വരും. അതായത് അപസ്മാര ശസ്ത്രക്രിയ സാധ്യമല്ല, അതായത് തലച്ചോറിൽ ഒരു ഭാഗത്ത് നല്ല അപസ്മാരം വരുന്നത് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സാണ് ഈ ന്യൂറോ സ്റ്റിമുലേഷൻ ഒക്കെ പറയുന്നത്. വേഗസ് നെർവ് സ്റ്റിമുലേഷൻ എന്ന് പറയുമ്പോൾ തലച്ചോറിലേക്ക് സഞ്ചരിക്കുന്ന കഴുത്തിൻ്റെ അവിടെ വെച്ച് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഞരമ്പാണ് വേഗസ് നെർവ്. അതേസമയം ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുമ്പോൾ തലച്ചോറിനുള്ളിലേക്ക് ചില ഇലക്ട്രോഡ്സ്, തലച്ചോറ് തലയൊട്ടി തുറക്കാതെ തന്നെ അതിനുള്ളിലേക്ക് ചെറിയ കുഞ്ഞ് ഇലക്ട്രോഡ്സ് നിക്ഷേപിച്ചതിന് ശേഷം ആ ഏരിയയെ നമ്മൾ പുറത്തു നിന്ന് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, ഈ പേസ് മേക്കറൊക്കെ പോലെ. അപ്പോൾ അതെല്ലാം ചില അപസ്മാരങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ ഡോക്ടർ അഞ്ജു എംഫസൈസ് ചെയ്ത പോലെ തന്നെ ഇതൊക്കെ സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഒരു എപ്പിലെപ്സി സെൻറ്റർ എന്നുള്ള കോൺസെപ്റ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എപ്പിലെപ്സി സെൻറ്റർ, ഫോർ എക്സാമ്പിൾ നമ്മുടെയൊക്കെ ഒരു സെൻറ്റ് മൈത്ര അഡ്വാൻസ്ഡ് എപ്പിലെപ്സി സെൻറ്ററിൽ നമ്മൾ ഒരു കുട്ടിക്ക് ഒരു അപസ്മാരം വരുന്നെന്ന് പറയുമ്പോൾ, അപ്പോൾ ആ അപസ്മാരത്തെ നമ്മളൊരു ചോദ്യം പോലെയാണ് കാണുന്നത്. ഓരോ അപസ്മാരവും ഒരു ചോദ്യം, അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നം, ഒരു ചോദ്യ പേപ്പർ പോലെ. അപ്പോൾ എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട്, ഒരു ഡോക്ടർ ശാലിനിയുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ ആൻസർ ചോദിച്ചാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ മാത്രമേ എഴുതൂ. 3-4 നല്ല ക്ലിയറായിട്ട് ആൻസർ എഴുതും, മനസ്സിലായില്ല? ആ കറക്റ്റ് ആൻസർ മാത്രം വലിച്ചു വാരി നമ്മൾ കിലോമീറ്റർ കണക്ക് എഴുതും. ഇത് ആപ്പാടെ കറക്റ്റ്, അതിനാണ് കൂടുതൽ മാർക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്ന പോലെ ഓരോ അപസ്മാരവും ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് കൃത്യമായിട്ടൊരു ഉത്തരം കണ്ടെത്തണം. ആ ഉത്തരം ഇന്ന മെഡിസിൻ ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ന്യൂറോ സ്റ്റിമുലേഷൻ ആവാം, അല്ലെങ്കിൽ കീറ്റോജനിക് ഡയറ്റ് ആവാം, എപ്പിലെപ്സി സർജറി ആവാം. അപ്പോൾ ആ കൃത്യമായ ഉത്തരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു എപ്പിലെപ്സി സെൻറ്ററിൻ്റെ സേവനം അവിടെയാണ് വരുന്നത്.
ആ എപ്പിലെപ്സി സെൻറ്ററിൻ്റെ ശക്തി എന്താണെന്ന് അറിയാമോ? എപ്പിലെപ്സി ടീം എന്ന് പറയുമ്പോൾ അതിനകത്ത് കുട്ടികളുടെ പ്രത്യേകമായി പറയുകയാണെങ്കിൽ എപ്പിലെപ്റ്റോളജിസ്റ്റ് ഉണ്ട്, പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഉണ്ട്, അതർ ന്യൂറോളജിസ്റ്റുകളുണ്ട്, ഇൻറ്റൻസിവിസ്റ്റ് ഉണ്ട്, ജനറൽ പീഡിയാട്രീഷ്യൻസ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഡയറ്റീഷ്യൻ ഉണ്ട്, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, അതർ കോർഡിനേറ്റേഴ്സ് ഉണ്ട്, എപ്പിലെപ്സി സർജൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപസ്മാര ശസ്ത്രക്രിയയിൽ പ്രത്യേക വൈദഗ്ധ്യം നേടിയ ആൾക്കാരാണ് എപ്പിലെപ്സി സർജൻസ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി, റേഡിയോളജിസ്റ്റ്, ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു കൊണ്ടാണ് ഈ ഉത്തരം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്തരത്തിന് അത്ര കൃത്യത ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബെസ്റ്റ് ഔട്ട്കംസ് എൻഷുർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കൂടുതൽ ഒരു ടീം വർക്കിനും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ചികിത്സ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഉള്ള ഒരു സംവിധാനം, അതാണ് ഒരു എപ്പിലെപ്സി സെൻറ്ററിൻ്റെ ഉദ്ദേശം. അത് വലിയൊരു ഉദ്ദേശമാണ്. അപ്പം ഇങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് വഴിയാണ് നമ്മൾക്ക് ഈ ഒരു അപസ്മാര ചികിത്സാ രംഗത്ത് ഒരു നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത പോലെ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനിയും ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഈ വരും കാലങ്ങളിൽ അപസ്മാര ചികിത്സാ രംഗത്തും കുട്ടികളുടെ ചികിത്സാ രംഗത്തും ഒക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ വളരെ ഒരു പ്രത്യാശയുടെ ഒരു സമയമാണിത്. അപസ്മാര ചികിത്സ എല്ലാ കുട്ടികൾക്കും അവർക്ക് കൃത്യമായ ചികിത്സ ലഭിക്കണമെന്നും സമന്വയിച്ച രീതിയിൽ എല്ലാം സമന്വയിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ ചികിത്സാ സംവിധാനം അവർക്ക് ഉറപ്പുവരുത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി, ആ ഒരു ഉദ്ദേശത്തെ ആണ് നമ്മളിന്ന് ഈ ചർച്ചയിൽ കൂടി മുമ്പോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം കുറേ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. എത്രത്തോളം കവർ ചെയ്തെന്നറിയില്ല. എന്ത് പറയുന്നു അഞ്ജു ഡോക്ടർ? എന്തെങ്കിലും കൺക്ലൂഡിംഗ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പറയും. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, കുട്ടികളുടെ അപസ്മാരം അത് ആ കുട്ടിയുടെ തന്നെ ലൈഫിനെയും പേരൻസിൻ്റെ ലൈഫിനെയൊക്കെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ മുമ്പൊക്കെ അപസ്മാരം എന്ന് വെച്ചാൽ മരുന്ന് എഴുതുക, ഒരു മരുന്നിനകത്ത് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത മരുന്ന്, അതിനുശേഷം അടുത്ത മരുന്ന്. പലപ്പോഴും ഈ മരുന്നുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇത് കറക്റ്റായി വർക്ക് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മരുന്നുകളുടെ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് അതൊക്കെ ശരിയായ കോമ്പിനേഷൻ ആണോ എന്ന് പോലും ചിലപ്പോൾ നമ്മൾ ആലോചിച്ചു എന്ന് വരില്ല. പക്ഷേ ഇതെല്ലാം ഒരു അപസ്മാരത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വളരെ പ്രധാനമാണ്. ഓരോ സ്റ്റെപ്പിൽ കറക്റ്റായിട്ടുള്ള മരുന്ന് ചൂസ് ചെയ്യുന്നത് തൊട്ട് എന്ത് കാരണമാണെന്ന് കണ്ടുപിടിച്ച് അതിനാവശ്യമായിട്ടുള്ള കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് ഇത് അപസ്മാരത്തിനൊപ്പം കുഞ്ഞുങ്ങളിൽ കാണുന്ന മറ്റ് അനുബന്ധമായ പ്രശ്നങ്ങൾ, ഡെവലപ്മെൻറ്റിൻ്റെ ബുദ്ധിമുട്ടുകൾ, പഠന വൈകല്യങ്ങൾ, സ്വഭാവത്തിലെ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ചികിത്സിക്കുന്നതും കറക്റ്റ് ടൈമിൽ നമുക്ക് അടുത്ത ലെവലിലോട്ട് പോകണം. ഇത് മരുന്നുകളിൽ നിൽക്കുന്നില്ല, അടുത്ത ലെവലിലോട്ട് ഡയറ്ററി തെറപ്പി അല്ലെങ്കിൽ സർജറി അല്ലെങ്കിൽ ന്യൂറോ സ്റ്റിമുലേഷൻ ഈ രീതിയിലോട്ട് പോകണം എന്നൊക്കെയുള്ള ഈ ഡിസിഷൻ എടുക്കുന്നത്. അങ്ങനെ പല ആസ്പെക്ട്സ് അടങ്ങിയ ഒരു ഏരിയയാണ് അപസ്മാരം. ഒരു മാർഗരേഖ സൃഷ്ടിക്കേണ്ടത് പ്രധാനമാണ്. ഇങ്ങനെ ആ ഒരു മൂവ്മെന്റ് എപ്പോഴൊക്കെയാണ് റെഫർ ചെയ്യേണ്ടത്, എപ്പോഴാണ് അത് നമ്മുടെ ഓരോ ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകേണ്ടത് വളരെ പ്രധാനമാണ്. ശസ്യ? അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്കിപ്പോൾ കുറച്ച് പാരൻസിൻ്റെ മുഖം ഓർമ്മ വരികയാണ്. ദീർഘകാലം ICU സ്റ്റേ വേണ്ടി വരുന്ന ഈ ഫയേഴ്സ് അല്ലെങ്കിൽ നോസ് അങ്ങനത്തെ കണ്ടീഷൻസിനുള്ള ഓരോ ദിവസം ഓരോരോ ബുദ്ധിമുട്ടുകളായിരിക്കും കുട്ടികൾക്ക്. ഇപ്പോൾ പാരൻസിനെ നമ്മൾ കൗൺസിൽ ചെയ്യുമ്പോൾ ഒരു ദിവസം ഫിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം വേറൊരു കാര്യം. അപ്പോൾ വളരെ ക്ഷമയോടുകൂടി ആക്ച്വലി ഇത് നമ്മൾ കേട്ടിരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കൂടെ കുട്ടിയെ ട്രീറ്റ് ചെയ്യാൻ നമ്മുടെ കൂടെ നിൽക്കുകയും സഹകരിക്കുകയും ചെയ്ത കുറേ പാരൻസിൻ്റെ മുഖം ഓർമ്മ വരികയാണ്. സോ എനിക്ക് പറയാനുള്ളത്, ഒരു ന്യൂറോ ക്രിട്ടിക്കൽ കെയർ സെൻറ്ററിലേക്ക് ഒരു കുഞ്ഞിനെ ഫിറ്റ്സ് കൺട്രോൾഡ് ആവാതെ വരുവാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റെഫർ ചെയ്യുക. ബാക്കി കാര്യങ്ങൾ ഇവാലുവേഷൻ, ട്രീറ്റ്മെൻറ്റ് അതെല്ലാം സാറ് പറഞ്ഞ പോലെ കൃത്യമായി ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൊണ്ട്, അതായത് ഈ പാരൻസിൻ്റെ കാര്യം പറഞ്ഞാൽ എപ്പിലെപ്സി ടീമിൻ്റെ നമ്മൾ ഈ കുറേ ആൾക്കാരുടെ പേര് പറഞ്ഞു. അപ്പോൾ എപ്പിലെപ്സി ടീമിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് പേഷ്യൻ്റും ഫാമിലിയാണ്. അവരൂടെ ചേരുമ്പോഴാണ് ഈ എപ്പിലെപ്സി ടീമിൻ്റെ അവരുടെ വിശ്വാസ്യത നമ്മുടെ മേലെ അർപ്പിക്കുന്ന ആ ഒരു വിശ്വാസം, അതുപോലെ അവരുടെ പാർട്ടിസിപ്പേഷൻ, അത് ഭയങ്കര പ്രധാനമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സംവാദവും നമുക്ക് എല്ലാം അവർക്ക് തന്നെ സമർപ്പിക്കാം. അതെ.
താങ്ക് യു ഫോർ പേഷ്യൻ്റ് ലിസണിങ്. താങ്ക് യു.